മൂർഖനല്ല. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ഒറ്റ മൂർഖനുള്ളൂ. അങ്ങനെ പത്തിക്കുന്നതിന് പ്രശ്നമുണ്ടോ? അത് ചിലപ്പോൾ പഴയ പഠിക്കും. അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ നോക്കി കുഴലിനുള്ളിൽ നിന്ന്. കുടുങ്ങിണ്ടല്ലേ? പിന്നീട് ഇവിടെ കുടുങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുകൊണ്ടിരില്ലേ? നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ. കഥ ശരിക്കും തുടങ്ങുന്നത് ഇവിടെ നിന്നാ. കാരണം ഈ സംഭവം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മണ്ണുത്തിയിൽ ഒരു ചെറിയൊരു ഹോട്ടലിലാണ്. ഈ ഹോട്ടലിന്റെ സൈഡിൽ അവിടെ ഒരു ചെറിയൊരു പാമ്പിനെ കണ്ട്, ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാമ്പിനെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള എൻ്റെ അയൽവാസിയാണ്, അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് മേശയുടെ ടേബിളിൻ്റെ കാല് PVC പൈപ്പ് പോലെയുള്ളൊരു ലെങ്തി ആയിട്ടുള്ള കാലാണല്ലോ. അപ്പോൾ ആ കാല് ഉരി വെച്ചതിൻ്റെ ഇടയിലാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാമ്പിനെ കണ്ടത്. സംഭവം അത് പോകുന്നില്ല, കുറച്ച് നേരമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് പരിക്കൊന്നും കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കും വലിയ വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഫ്രെയിമും ബാഗും സെറ്റ് ചെയ്ത് പാമ്പിനെ ഹുക്ക് കൊണ്ടെടുത്ത് പതുക്കെ നിങ്ങൾ നേരത്തെ മുന്നേ വീഡിയോയിൽ കണ്ടതുപോലെ അതിനെ ആ പൈപ്പിനകത്തേക്ക് അല്ലെങ്കിൽ ആ ബാഗിനകത്തേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് ബാഗിനകത്തേക്ക് കയറുന്നില്ല, ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുകയാണ്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അത് പതുക്കെ കഴിഞ്ഞ് മാറുന്നില്ല. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോഴാണ് ആ ഒരു കാലിൻ്റെ അങ്ങേ തലയ്ക്ക് വട്ടം കുറവാണ്, വായ്വട്ടം കുറവാണ്. അപ്പോൾ അതിനകത്ത് കൂടെ കടക്കാൻ ശ്രമിച്ച് അവിടെ ലോക്കായി, ട്രാപ്പായി അല്ലെങ്കിൽ കുടുങ്ങി കിടക്കുകയാണ് സംഭവം. ഞാൻ എൻ്റെ PVC പൈപ്പ് ഉപയോഗിച്ച് അതിനെ റെസ്ട്രെയിൻ ചെയ്ത് പതുക്കെ അതിൽ നിന്ന് റിലീസാക്കാൻ ശ്രമിച്ചു. പക്ഷെ നല്ല രീതിയിൽ അത് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അത് ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ചൊക്കെ ട്രൈ ചെയ്ത് പതുക്കെ ഇങ്ങനെ വിടവിനുള്ളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് എന്തെങ്കിലും ഇരവിഴുങ്ങിക്കെടുക്കുകയാണോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരവിഴുങ്ങിയെടുക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ വയറ് വീർത്തിരിക്കുന്ന സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പുറത്തേക്ക് വരില്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒറ്റയ്ക്ക് അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അടുത്തുള്ള നമ്മുടെ റെസ്ക്യൂ വളണ്ടിയർ ശരത്തിനെ വിളിച്ചു. പുള്ളിയുടെ സഹായം കൂടെ ഞാൻ തേടി. പുള്ളി വേറെന്തൊരു അത്യാവശ്യ തിരക്കിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ശരി ഞാൻ പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ പുള്ളിയും കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തണേ. അപ്പോൾ സംഭവം പ്ലാസ്റ്റിക് പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സോ ബ്ലേഡ് വെച്ച് അത് മുറിച്ച് മാറ്റാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്ക്യൂ ഇതാണ് സംഭവം. ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആ പൈപ്പിൽ നിന്ന് വിടുവിക്കുന്ന വീഡിയോ ഉണ്ടായില്ല. അത് കാരണം വേറെ ഒന്നുമല്ല, അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഈ കടയുടെ ഓണർ തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തോ ഇടയിൽ വെച്ച് ആ ഒരു വീഡിയോ റെക്കോർഡിങ്
അബദ്ധവശാൽ ഓഫായി പോകണ്ടായി. അപ്പോൾ നമ്മൾ ആ PVC പൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ കാല് എക്സോ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാമ്പിനെ എടുത്തത്. പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഉണ്ടായില്ല. സംഭവം കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു ഔട്ടർ സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടിയിട്ടുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഡീപ്പായിട്ടുള്ള മുറിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പാമ്പ് നല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതേപോലെ കത്തിയ വെട്ടത്തിട്ട് അകത്തി കഴിഞ്ഞ് പോരുമോ? വെട്ടത്തിന്നിരുത്തല്ല ചേച്ചി, ആ വെട്ടത്തിരുത്ത് കൊടുത്തേ. അല്ല അത് മുറിക്കാൻ പറ്റേ? ചിലപ്പോൾ വെട്ടത്തിരുത്ത് അകത്തി കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നോക്കിയൊക്കെ വെട്ടത്തി പഠിച്ചിട്ട് പൈസ കിട്ടും. പൊട്ടിക്ക് ഫുള്ളായിട്ട് പൊട്ടിക്ക്. Ini